കണിക്കൊന്നയുടെ വിശുദ്ധിയുമായി മറ്റൊരു വിഷുക്കാലം കൂടെ വരവായി. ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. ഏവർക്കും വിഷു ആശംസകൾ. അതെ, എനിക്കവനെ പോലെ ഈ വാട്സപ്പ് ഫോർവേഡ് മെസ്സേജ് ഒന്നും കാണാതെ പഠിച്ച് പറയാനും അറിഞ്ഞുകൂടാ, താല്പര്യമില്ല. എന്നാലും ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു. ഹാപ്പി വിഷു മാത്രമേ ഉള്ളൂ. വിഷുവായിട്ട് നമുക്കൊന്നും കൈ നീട്ടൊന്നും തരുന്നില്ലേ? നിനക്ക് കൈ നീട്ടി തരേണ്ട പരിപാടിയാണ് കയ്യിലുള്ളത് മൊത്തം. എന്നിരുന്നാലും ഒരു മനസ്സിൽ നന്മയുള്ള മുതലാളി എന്നുള്ള നിലയ്ക്ക് ആദ്യം പിടിച്ചോളാം. ഇതിന് ബഡ്ജറ്റ് അതൊക്കെ ഞാൻ നോക്കണം. പിടിച്ചോളാം. തരൂല. സ്വർണ്ണം തോലിക്കണം. അയ്യേ, ചോക്ലേറ്റോ? ഷുഗർ കട്ട. എന്നാ ദേഷ്മത്തിൽ അതും കട്ടെടുത്താ. അതെ, വിഷുവിന്റെ നിങ്ങൾക്ക് ഷുഗർ കട്ടില്ല. എന്തായാലും ഈ പ്രാവശ്യത്തെ വിഷു നിങ്ങളുടെ കൂടെ ആഘോഷം കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം. അതൊന്നും നിന്റെ നാട്ടിൽ ഇങ്ങനത്തെ ആഘോഷങ്ങളൊന്നും ഇല്ലേ? എന്താഘോഷം? പട്ടിക്കാട്. അയ്യ, പട്ടിക്കാടാ. നിങ്ങൾ അവസാനമായിട്ട് നാട്ടിലെന്ന വിഷു ആഘോഷിച്ചേ? അതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും വലിയ കൊന്നവരെ നിൽക്കണതേ ഞങ്ങളുടെ പള്ളിപ്പറമ്പിലാണ്. ഞങ്ങളുടെ പള്ളിപ്പറമ്പിലാ. അപ്പൊ ഈ വിഷുവിന്റെ തലോത്സവം പിള്ളേരെല്ലാരും വരും കൊന്നപ്പൂ വരയ്ക്കാനായിട്ട്. അപ്പൊ നമ്മളെ ഈ കൊന്നപ്പൂ ഒക്കെ മരത്തിൽ കയറി പറിച്ചു കൊടുക്കണേ. നമ്മുടെ പള്ളിയിലെ അച്ഛനാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണ് നമ്മളെ. സപ്പോർട്ട്. അപ്പൊ ഈ വിഷുവിന്റെ അന്ന് കണി കാണിക്കാനായിട്ട് പിള്ളേർ വരുമ്പോൾ നമ്മുടെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടാ പോകത്തുള്ളൂ. അത് മാത്രമല്ല, ഈ വിഷുവിന്റെ ഓരോ മത്സരങ്ങളും നമ്മുടെ പള്ളിയുടെ പറമ്പിലാണ് നടത്തണം. അതാണ് ഞങ്ങളുടെ നാട്. ഇവരോടൊക്കെ എന്ത് പറയാം. വിഷുവായിട്ട് നല്ലൊരു പ്രഭാഷണം കേട്ടല്ലോ, സന്തോഷമായില്ലേ? നിങ്ങൾക്കൊക്കെ പുച്ഛായിരിക്കും. ഞങ്ങളെ പോലെ നാട്ടിൽ പോകാത്ത കുറെ പേരുണ്ട് ഇവിടെ. അവർക്ക് ഇത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. ആര് പറഞ്ഞു ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കാൻ വിഷുവായിട്ട്? നാട്ടിൽ പൊക്കൂടെ നിനക്ക്? എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഞാൻ പോയാനെ. അതെന്ത്? രേഷ്മ കഴിഞ്ഞ ആഴ്ച ജോലി തീർത്ത് പോയല്ലോ, നിനക്ക് പോയിക്കൂടെ? ജോലി തീർത്ത് അതിന്റെ ഇടയിൽ കൂടെ എനിക്കിട്ട് വെക്കുവോ അല്ലേ? വിഷുവായിട്ട് ഞാൻ ഒരു ഫണ്ട് അടിച്ചില്ലേ? നിങ്ങളോട് ഫണ്ട് അടിച്ച് നിൽക്കാതെ എന്തെങ്കിലും ഒരു കലാപരിപാടി പ്ലാൻ ചെയ്യുന്ന വിഷു അല്ലേ? എന്ത് പരിപാടി? എന്തെങ്കിലും ഒരു കലാപരിപാടി. എന്തെങ്കിലും കലാപരിപാടി, പാട്ടോ ഡാൻസോ അങ്ങനെ എന്തെങ്കിലും ഫണ്ണായിട്ട്. പാട്ട് ഞാൻ പാടാം. നിങ്ങൾക്ക് മതിയല്ല, സമാനമല്ല. പോയി അവരവരെ പണി പോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. അല്ല, ഞാനെന്ത് പണി ചെയ്യാൻ? നീ ഇത്രയും കാലം ഇവിടെ എന്ത് പണിയാണ് ചെയ്തിട്ടുള്ളത്? അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ജോലികളൊക്കെ ചെയ്യും. അപ്പൊ ആവശ്യമുള്ള സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യമുള്ള ജോലി വരും. അപ്പൊ നീ അത് ചെയ്താൽ മതി കേട്ടാ. കേട്ടാ? രണ്ടും ഭൂഷകൾ തന്നെ. തൊഴിലാളികളോട് ഒരു തരി സ്നേഹമില്ലാത്ത മുതലാളി വർഗത്തിന്റെ പ്രതിനിധികൾ. അയ്യോ, ബൂർഷ എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്കറിയില്ലേ? അത് വലിയൊരു സംഭവമാണ്. പറഞ്ഞു ഇപ്പൊ തന്നെ പറഞ്ഞുതരൂ. ഇപ്പൊ തന്നെ പറഞ്ഞു. നീ എന്താണ് ഇത്ര കാര്യമായിട്ട് നോക്കണേ? എടാ, വിഷു ഒക്കെ അല്ലേ, നമ്മളെ ഓഫീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തെങ്കിലും അയക്കാൻ മെസ്സേജ് ഉണ്ടോ നോക്കണം. നിനക്ക് വയ്യേ അളിയ. ഈ വാട്സപ്പ് ഫോർവേഡിന്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞു വച്ചാ. നമ്മൾ ഈ 70-ലുള്ള വസന്ത അപ്പന്മാരെയൊക്കെ കളിയൊക്കെ നമ്മൾ ഈ 90-ലുള്ള വസന്തമായിക്കൊണ്ടിരിക്കുകയാണ്. നീ പോടാ, ഒരാവശ്യമില്ല. ആവശ്യമില്ലാത്ത കാര്യം. എടേ, നീ അവിടെ ഇരുന്നിട്ട് മറ്റേ മതേതര പ്രസംഗം ഉണ്ടാക്കിയില്ലേ? അപ്പോഴേ ഞാൻ ഉറപ്പിച്ച് നീ വസന്തമാണെന്നുള്ള കാര്യം. എന്തോന്ന് മറ്റാ, ഇതൊക്കെ മാറ്റിപ്പിടി ഒന്ന്. അപ്പൊ നീ പറഞ്ഞില്ല നമുക്ക് പ്രായമായി വരുന്നു എന്നാണോ? വരുന്നു എന്നല്ല, ആയി. ആ സത്യം നമ്മൾ മനസ്സിലാക്കാം. എന്തെങ്കിലും ചെയ്യണോടാ. അതിനിപ്പോ നമുക്ക് എന്തായാലും ടൈം ട്രാവൽ ചെയ്ത് പുറകെ പോകാൻ പറ്റൂല. പ്രായം കുറയ്ക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് വായും വെച്ച് മിണ്ടായിരിക്കുക. മനസ്സിലായ?
എടാ വിഷു അല്ലേ, നമുക്ക് എല്ലാവരും ഞെട്ടണ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്താലോ? നല്ലൊരു ഐഡിയ ഉണ്ട്. ഓഫീസിന്റെ നടുക്കുകൊണ്ട് ഒരു ബോംബ് അങ്ങനെ എല്ലാവരും അങ്ങ് ഞെട്ടും. നീ ഇപ്പൊ എന്താ പറഞ്ഞു? ഞാൻ എന്താ പറഞ്ഞു? എല്ലാരും ഞെട്ടണ എന്തോ ഒരു പരിപാടി പറഞ്ഞല്ലോ, ബോംബ്. ബോംബിടാന്ന് പറഞ്ഞു. എവിടെ? നടുക്ക്. എങ്കിൽ നമുക്കൊരു ബോംബ് വെച്ചാലാ? എന്തോ ഉദ്ദേശിക്കണേ? ബ്ലാസ്റ്റ്. നീ എന്ത് ആലോചിക്കണേ? അതെവിടെ നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? നല്ലൊരു വിഷുവായിട്ടൊരു ഗുമ്മില്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു. അത് തന്നെ ഞാനും ആലോചിച്ചിട്ടുള്ളത്. ആ ജോമിയും ഡോമിയും ഒരു മിഠായിൻ്റെ അകത്ത് ഇത്രയും വലിയൊരു വിഷുവിൻ്റെ ആഘോഷം ഒതുക്കുമെന്ന് അറിഞ്ഞാൽ നമുക്ക് തന്നെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. ശരിയാ, ഇതിപ്പോ ആകെ ഒരു വിഷുക്കണി മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു 5-10 കയ്യിൽ വെച്ച് തരായിരുന്നു. അത് ശരിയാ, അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു മാസത്തെ സാലറി എങ്കിലും തരാം. അതെ, അതെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ എത്ര കാര്യങ്ങൾ വേണമായിരുന്നു, എത്ര പേരെ സഹായിക്കായിരുന്നു. സഹായിക്കാനോ? അങ്ങനെ കാശ് കിട്ടി നീ ആരെ സഹായിക്കും? എടി, നിനക്കിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളില്ലേ? ഒരുപാട് പ്രശ്നങ്ങൾ. അതുപോലെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് കാശ് കിട്ടിയാൽ നിന്നെ സഹായിക്കും, നിനക്ക് കാശ് കിട്ടി നീ എന്നെ സഹായിക്കണം. സഹായിക്കില്ലേ? സഹായിക്കണം. പിന്നെ വേണം എന്തത്ര ചോദ്യമൊക്കെ? ആ, സഹായിക്കാം. അതാ ഞാൻ പറഞ്ഞേ, കുറച്ച് കാശ് കിട്ടിയിരുന്നെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യായിരുന്നു. നീ കാശിൻ്റെ കാര്യം വിട്, അത് നീ എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ ഇത്രയും നല്ലൊരു വിഷു ആയിട്ടേ ഇവിടെ മൊത്തത്തിൽ ഒന്ന് കളർഫുൾ ആക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. ശരിയാ, ഒരു വിഷുവായിട്ട് ഇങ്ങനെ ഉറക്കം തോന്നിയിരുന്നു, മടുത്തു. ചാടി ചാടി നിൽക്കാൻ പറ്റുന്ന എന്തെങ്കിലും പരിപാടി വേണം. നമുക്ക് ആ ജോമിയോടും ഡോമിയോടും പോയി പറഞ്ഞാലോ? എന്ത് ചാടി ചാടി നിൽക്കാൻ പറ്റുന്ന പരിപാടി സെറ്റ് ചെയ്ത് തരാം. അവരാകുമ്പോൾ പുറത്ത് സോഫ കാണിച്ചു തരും, എന്നിട്ട് പറയാം അത് നിന്ന് ചാടിക്കോന്ന്. എന്നിട്ട് അത് ആഗോള കോമഡി ആയിട്ട് പ്രഖ്യാപിച്ച് അവർ തന്നെ നിന്ന് കൈയടിക്കും. നീ പോയി പറഞ്ഞോ, ഞാനില്ല. ശരിയാ, എന്നാ അവരോട് പറയണ്ട. പക്ഷെ നല്ലൊരു വിഷുവായിട്ട് നമ്മളൊക്കെ ഞെട്ടിക്കുന്ന എന്തെങ്കിലും സംഭവം നടന്നെങ്കിൽ സൂപ്പർ ആയനല്ലേ? ജോമിയുടെ ഡോമിയുടെ സൗണ്ടിലേക്ക് കേൾക്കുന്നേ. ആ ശരിയാ, എന്തോ മണ്ടത്തിൽ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നല്ല വിഷുവായിട്ട് ഇവന്മാര് എന്തേണിയാണോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. സോറി, വഴി മാറിപ്പോയതാ. നിങ്ങളെന്നെ മുഖത്തോട് നോക്കി നിൽക്കാതെ കാര്യം പറയേ. അതെ, ഒരു മെയിൽ വന്നായിരുന്നു. ഓ, അത്രയുള്ളൂ കാര്യം. ഓഫീസ് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് വന്ന മെയിൽ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ അല്ലറി വിളിച്ചോണ്ടിരിക്കുന്നത്. മനുഷ്യൻ പേടിച്ചു പോയല്ലോ. നമുക്ക് ഇത് സാധാരണ മെയിൽ അല്ല, ഒരു ഭീഷണി സന്ദേശമായിരുന്നു. ഭീഷണി സന്ദേശം. വാട്ട് കൈൻഡ് ഓഫ് ഭീഷണി സന്ദേശം? നമ്മുടെ ഓഫീസ് ബോംബ് വെച്ച് തകർക്കുമെന്നാണ് ഭീഷണി. നമ്മളെല്ലാം ചത്തുപോണ കാര്യമാണ് ചത്തുപോണത്. അങ്ങനെ ചിരിക്കരുത്, ഭയക്കണം, പേടിക്കണം. എന്തു സംഭവിക്കും? പൊട്ടിച്ചെതറും. ഈ കൂതർ ഓഫീസ് ബോംബ് വെച്ച് തകർക്കാൻ മാത്രം അത്രയും ദാരിദ്ര്യം പിടിച്ച ഗതികെട്ട ആക്രമണി ആരാണാവോ? നമ്മുടെ കോമ്പറ്റീറ്റീവ്സ് ആയിക്കൂടെ. ഈ ഓഫീസ് തുടങ്ങിയ നമ്മൾ 4-5 പേരല്ലാതെ പുറത്തൊരു ഈച്ചക്കുഞ്ഞ് ഒരു അന്നില്ല. അപ്പോഴാണ് ഇവിടുന്ന് ശമ്പളം വാങ്ങിച്ചിട്ട് നമുക്കിട്ട് എന്നെ വയ്ക്കണം കേട്ടാ. പൊട്ടിച്ചതർന്ന് പഠിക്കും രണ്ടും. അതെ, നിങ്ങൾ ഇത്രയും ചെറിയൊരു കാര്യം ഉണ്ടാവും, നിങ്ങളുടെ പാലിക്കാവേണ്ട കാര്യം എന്താ? ചെറിയ കാര്യോ? ഇതൊക്കെ അങ്ങനെ ചെറിയ കാര്യോ? ജീവൻ പറഞ്ഞ പോരാട്ടത്തിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെ, വിഷുവായിട്ട് ആരൊക്കെ നമുക്ക് പണിയാൻ വേണ്ടി നോക്കുന്നുണ്ട് രേഷ്മ. അത്രയും ഗതികെട്ടവൻ ഏതവനാണാവോ? അത് എനിക്കും കൂടെ ഒന്ന് അറിയണം. മതി മതി മതി, കൊറേ ആയി നമുക്കിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് അവലോസുണ്ട പൊരിച്ചു വെച്ചിരിക്കണമെന്നല്ല, ബോംബ് വെച്ചിരിക്കണമെന്നാണ് മെസ്സേജ്. ഇപ്പൊ ഈ മെയില് ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം എന്നാണ് നിങ്ങൾ പറഞ്ഞു തരുന്നത്. സീരിയസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഒറ്റ സൊല്യൂഷൻ ഉള്ളൂ, പോലീസിനെ വിളിക്കാം. പിന്നെ ഇങ്ങനെ ഒരു ഭീഷണി മെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അധികാരപ്പെട്ട പോലീസുകാരെയല്ലേ അറിയിക്കണ്ടേ? ഇത് നമുക്ക് തന്നെ ഡീല് ചെയ്തൂടെ? ഇതിനകത്ത് ബോംബ് മനസ്സിലായില്ല. നമ്മൾ ഇവിടെ അരിച്ച് പറക്കിയാൽ നമുക്ക് ആ ബോംബ് കിട്ടും. കിട്ടിയിട്ട് കിട്ടിയ പണി കഴിഞ്ഞല്ലോ. കഴിയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാത്തിന്റെയും പണി കഴിയും. ഈ ബോംബ് സപ്പോസ് കിട്ടിയത് തന്നെ ഇരിക്കട്ടെ, അത് ഡിഫ്യൂസ് ചെയ്യാൻ അറിയണ്ടേ?
ഈ CID മൂസലത്തൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ ബോംബും പിടിച്ചോണ്ട് കുറെ ദൂരം ഓടി ആളില്ലാത്തൊരു ഒഴിഞ്ഞ പറമ്പിൽ ബോംബ് എറിഞ്ഞ് അതിന് നമുക്ക് ഓപ്ഷൻ ഇല്ലല്ലോ. ഒറ്റ നമുക്ക് അത് അപ്പം എന്തെങ്കിലും ചെയ്യാം. നിങ്ങൾ ഒറിജിനൽ ബോംബിന്റെ കാര്യം തന്നെയല്ലേ സംസാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആ റിസ്ക് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പിന്നെ ഇവിടെ ബോംബുണ്ടെന്ന് നിങ്ങൾക്ക് അത്ര ഉറപ്പാണെങ്കിൽ നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോ. ഞാനും മീനും എന്തായാലും ഒരു ലോങ് ലീവിൽ പോവാ. പിന്നെ തിരിച്ചു വന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അപ്പം കാണാം. ബൈ. നല്ല സിൻസിയർ. ഒരു പ്രശ്നം വരുമ്പോ ഇങ്ങനെ ഒറ്റയ്ക്ക് മുങ്ങാണ് വേണ്ടത്. ചതിച്ചുകളെ അത് നിങ്ങൾ തലയിലെടുത്ത് വെച്ചിരിക്കുന്ന പ്രശ്നത്തിന്റെ വലിപ്പം പോലെ ഇരിക്കും. ഈ പ്രശ്നം എന്തായാലും ഞങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഇത് മുതലാളിമാർ തന്നെ ഹാൻഡിൽ ചെയ്യും. ഞങ്ങൾ എന്തായാലും 5:30 ഒരു ബസ് ഉണ്ട്, അതിന് മസനഗുഡി വഴി ഊട്ടിക്ക് പോയിട്ട് വേറെ ബൈ. മച്ചാ നമ്മൾ ചെറുതായി എന്നാലും നമ്മളെ പ്ലാൻ എന്ത് വർക്കൗട്ട് ആവാത്തത്? നമ്മളിവരെ വല്ലാതെ അങ്ങ് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നു ജോമി. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിനും സംശയമാണ് രണ്ടെണ്ണത്തിന്. ഇതൊന്നും പണി കാണാനില്ല. നമ്മുടെ പ്ലാൻ ഈ സ്ഥിതിക്ക് നമുക്ക് പ്ലാൻ ബിയെ കുറിച്ച് ആലോചിക്കാം. നമ്മൾ ഇത്രയും ആലോചിച്ച് ചെയ്തിട്ട് പരിപാടി അങ്ങ് പാളിപ്പോയില്ലേ? അത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. നമ്മളിതുപോലെ സ്ഥിരം എന്തെങ്കിലും പ്ലാൻ ചെയ്യും, അവസാനം അത് പാളുകയും ചെയ്യും. എന്നാലും നമ്മൾ വിഷുവായിട്ടൊരു പ്രാങ്ക് ചെയ്യണമെന്നും എല്ലാവരും ഞെട്ടിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് പാളിപ്പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ലജ്ജാവാണ്. നീ അത് വിട്. ഇപ്പോൾ വിഷുവല്ലേ പോയുള്ളൂ. ഇനി ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് അതിലെന്തെങ്കിലും പ്ലാൻ ചെയ്യാം. അപ്പോഴെങ്കിലും പാളാതിരുന്നാൽ മതിയായിരുന്നു. എടാ, അത് പാളാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം കൃത്യമായിട്ട് പ്രോപ്പർ പ്ലാൻ ചെയ്യണം. അവർക്ക് പിടിക്കാൻ പറ്റരുത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്തില്ലേ ഈ ബോംബ് വിഷുവിന്? അത് നല്ല പ്ലാനായിരുന്നു. പക്ഷെ അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത രീതിയിലാണ് പ്രശ്നം. മനസ്സിലായില്ലേ? ഓ, അതായത് നമ്മൾ ചെയ്യുന്ന പ്രാങ്ക് അവർക്ക് കുറച്ചുകൂടി ഇമോഷണലി കണക്ട് ആവണം എങ്കിൽ അത് വർക്കൗട്ട് ആവും അല്ലേ? എക്സാക്ട്ലി. നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നു, ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചു. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അതെ, നിങ്ങൾ നേരത്തെ ബോംബിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ വെറുതെ നിങ്ങളെ പുച്ഛിച്ചു. ശരിക്കും ഇപ്പോൾ ആ കാര്യത്തിന്റെ സീരിയസ്നെസ് ഞങ്ങൾക്ക് മനസ്സിലായത്. മനസ്സിലായില്ല. നിങ്ങൾ നേരത്തെ ബോംബ് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞങ്ങളത് തമാശയായിട്ട് എടുത്തു. ഇപ്പോഴത് സത്യം എന്ന് മനസ്സിലായേ. നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതെ, നാട്ടിൽ നമ്മുടെ മുതലാളിമാരുടെ കമ്പനിയിൽ ബോംബ് വെച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ബോംബ് പൊട്ടിക്കുന്ന ഭീഷണി. നിന്റെ അടുത്ത് ആരും പറഞ്ഞു നാട്ടിലെ കമ്പനിയിലൊക്കെ ബോംബ് വെച്ചിട്ടുണ്ടെന്ന്? ഞാൻ നമ്മുടെ മാനേജർ ഫിലിപ്പച്ചാനെ വിളിച്ചിട്ട് വന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ രാവിലെ മുതലോടെ പോലീസുകാരും ആൾക്കാരും കൂടിയേക്ക് വന്നു. അത് പറയാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇവിടെ വന്നപ്പോൾ ആണെങ്കിൽ ഇവിടെ ആരുണ്ട് ബോംബ് വെച്ചിട്ടുണ്ടെന്ന്. ഇനിയിപ്പോൾ എന്നെ ചെയ്യണേ? ഇപ്പോഴാ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായേ. നിങ്ങളോട് ശത്രുതയുള്ളവരല്ല ബോംബ് വെച്ചേക്കുന്നത്, നിങ്ങളുടെ അപ്പന്മാരോട് ശത്രുതയുള്ളവരാ. അങ്ങനെ വരാൻ സാധ്യതയില്ല. സത്യം. അങ്ങനെയാണെങ്കിലും അപ്പന്മാരുടെ ശത്രുതയുള്ളവർ ഇവിടെ എന്തിനു ബോംബ് വെക്കണം? നേരത്തെ നിങ്ങൾ തന്നെയല്ലേ ബോംബ് വെച്ച കാര്യം പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചു. എന്നാൽ നമുക്കൊരു കാര്യം പോലീസിനെ വിളിക്കാം. രാവിലെ പോലീസിനെ വിളിക്കുന്ന കാര്യം പറഞ്ഞ് നിങ്ങളല്ലേ പറഞ്ഞ വേണ്ടെന്ന്? അപ്പോഴത്തെ സാഹചര്യം പോലെ അല്ല ഇപ്പോഴത്തെ സാഹചര്യം. ഇപ്പോഴത്തെ സാഹചര്യത്തിന് എന്താ മാറ്റം? നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് അന്വേഷിച്ചിറങ്ങി കിട്ടാവുന്നുള്ളൂ. അല്ലേ? അതെ, ബോംബ് ഞാൻ പൊട്ടിയാൽ ശരിയാവും. പ്രശ്നവും ബോംബ് പൊട്ടിയാലല്ലേ പണിയിടണേ. ഒരു പണി എല്ലാവരും എണീക്ക്. നമുക്കെല്ലാവർക്കും ഓരോ ബസ്സായിട്ട് അന്വേഷിക്കാം.
അപ്പൊ വെളുക്കാൻ വെച്ച പാണ്ടായ പോലെ. അപ്പൊ ഇവിടെ ശരിക്കും ബോംബുണ്ടോ? ഇവിടെ ബോംബ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി ഇവിടെ നിൽക്കുന്ന പന്തിയല്ല. നമ്മൾ ബോംബ് മുട്ടി പനിച്ചാലേ അപ്പന്മാര് നമുക്ക് മാർബിൾ കല്ലറിയൊന്നും പണിയൂല. എന്നാൽ അവരെ വരാതെ മോശം. അവരെ വിളിച്ചതല്ലേ, വരാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം ജീവനെങ്കിലും നോക്കാം, വാ. രക്ഷപ്പെടാ അപ്പൊ. പിന്നെ വാ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പ്ലാന്? അതിനിത് വർക്കാവൂ? വർക്കായില്ലെങ്കിൽ നമ്മൾ വർക്കാക്കും. എടാ, ഒരു ഫേക്ക് മെയിൽ ഐ ഡിയിൽ നിന്നും ഇല്ലാത്തൊരു ബോംബ് ഭീഷണി സന്ദേശം നമ്മൾ മെയിലായി അയക്കുന്നു. എന്നിട്ട് ഒന്നുമില്ല. എടാ, എവരെ വിശ്വസിപ്പിക്കാൻ ഇത്രയൊക്കെ പോരെ? വാവ്. രണ്ടും കൂടെ ഉള്ളവർക്കിട്ട് പണി കൊടുക്കാൻ നോക്കുമല്ലേ. പഴയ സ്വഭാവത്തിൽ ഒരു മാറ്റമില്ല. ശരിക്കും തരാം. അത് പിന്നെ വിഷുവൊക്കെ അല്ലേ, എല്ലാരെയും ഒന്ന് ചൂടാക്കാന്ന് വെച്ച്. പക്ഷെ ഉദ്ദേശിച്ച പോലെ ഏറ്റില്ല. എനിക്കണില്ലേ?